Colson's Cock, Loka, Chapter 1, Chandra. Truly an international stuff. Truly an international stuff from our Mollywood. അതുപോലത്തെ മിസ്റ്റർ ഡൊമിനിക് അരുൺ, യാർ സാർ നിങ്ങൾ എന്നെ സാർ പണി വെച്ചതൊക്കെ അതുപോലത്തെ ഒരു പടം ശരിക്കും ഞെട്ടിപ്പോയി കണ്ടിട്ട്. നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുള്ളൊരു പടം ഏത് 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 തട്ടിൽ വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സാധനം. ടെക്നിക്കലി ടോപ്പ് നോച്ച്. ഇദ്ദേഹത്തിൻ്റെ തരംഗം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമായിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് കാണും തോറും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു മലയാള സിനിമയാണ്. അത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന സ്കെയില് ഇങ്ങനെ സാധനം മുമ്പ് വന്നിട്ടില്ല, മലയാളത്തിൽ വന്നിട്ടില്ല, നിസ്സംശയം പറയാം. അതുപോലത്തെ പരിപാടി. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് നോക്കി തന്നെ അറിയാം. നിമിഷ് രവി DOP, അതുപോലെ തന്നെ ചമൻ ചാക്കോനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള അതുപോലത്തെ വർക്ക്. ജേക്സ് പിജോയ്, മാൻ, ഐ റിപ്പീറ്റ്, ജേക്സ് പിജോയ് തീപ്പെട്ടിയില്ല തീരിക്കട്ടെ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുമാതിരി സന്തോഷ് നാരായണന്, രവി ബാസുൽ ഉണ്ടായ പോലത്തെ ഐറ്റംസ് ഒക്കെ പഠിച്ചു വെച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കോർ തന്നെ എന്ത് പരിപാടി എന്നറിയാം. അതുപോലത്തെ സംഭവം ജേക്സ് പിജോയ് ചെയ്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഓരോ സിനിമ കഴിയുന്തോറും വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത്രയും വേഴ്സറ്റലായിട്ടുള്ള ഒരു കമ്പോസർ. ഓർക്കസ്ട്രേഷനൊക്കെ അപാരം. ബാംഗ്ലൂരാണ് പ്രൊഡക്ഷൻ ഡിസൈനർ ജിതിൻ സബാസ്റ്റിനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബാംഗ്ലൂരൊക്കെ സെറ്റിങ്. പക്ഷേ അത് ആ ബാംഗ്ലൂർ സ്ട്രീറ്റ് ആണെന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴും അവിടെ അവർ ലൈറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ കളറിങ്, ഗ്രേഡിങ് പരിപാടിയൊക്കെ ആയിട്ട് നൈറ്റിലെ സീൻസൊക്കെ എന്ത് രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനത്തെ പരിപാടികൾ. പിന്നെ സൗണ്ടിൻ്റെ കാര്യമാണെങ്കിൽ ഡോൺ വിൻസെൻ്റ് ആണ് പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മിക്സ് ചെയ്തിരിക്കുന്നത് രാജാകൃഷ്ണൻ. മൊത്തത്തിൽ യാനിക് ബെന്നാണ് ആക്ഷൻ കൊറിയോഗ്രാഫി. ഈ പടത്തിന് ലിമിറ്റേഷൻ ഇല്ല, കാരണം ഇതിൻ്റെ ജോൺറ എങ്ങനെയാണ്. അപ്പോൾ സുഖമായിട്ട് എന്ത് കാണിക്കാം. അതൊക്കെ ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെൽവിജെയാണ് കോസ്റ്റ്യൂംസ്. അർച്ചന റാവു, മെൽവിജെ. അതായത് കോസ്റ്റ്യൂംസൊക്കെ അത്രയും പെർഫെക്റ്റ്. കല്യാണിയെക്കുറിച്ച് പറയാനുണ്ട്. ടൈറ്റിൽ ഗ്രാഫിക്സും ആ സമയത്ത് ജെയ്സ് കൊടുത്തിരിക്കുന്ന സ്കോറും ആ പരിപാടിയെ കാണുമ്പോഴേ തന്നെ മനസ്സിലാവും ഈ പടത്തിൻ്റെ ഒരു ലെവല് എജ്ജാതി സ്റ്റഫാണെന്ന്. പിന്നെ കല്യാണിയുടെ എൻട്രിയാണ്. നിഷാന്ത് സാഗറൊക്കെ ഉണ്ട്, രഘുനാഥ് പലേരിയൊക്കെ ഉണ്ട്. കല്യാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ട് എ വുമൺ. അതായത് ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ഓറ, സ്വാഗ്, ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു നോട്ടം അത്ര ടഫായിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പോൾ ദർശന കഴിഞ്ഞ ദിവസം ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ രംഗണ്ണൻ പോലത്തെ ക്യാരക്ടർ നമുക്ക് കിട്ടുന്നില്ല, സ്ത്രീകൾ കിട്ടുന്നില്ല ഒക്കെ. ഇതാ കാണോ ഏത് സാധനം, എച്ചാതി സാധനം, ഇൻ്റർനാഷണൽ സാധനം. പക്ഷെ അത് ചെയ്യാനുള്ളൊരു നടി കൂടി വേണ്ടേ, അല്ലാണ്ട് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ ഇത്? അപ്പോൾ അതാണ് കല്യാണി വന്ന് നിന്ന് കഴിഞ്ഞാൽ കൺവിൻസിങ് ആണ്. ആക്ഷൻസ് ആയി കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ അവർ കൺസീവ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഭീകരം. അതിൽ തന്നെ ഇദ്ദേഹം അരുൺ ഡൊമിനിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. നെസ്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടൈലർ മെയ്ഡ് ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കതയും ആ പൊട്ടങ്കളിയും ചില പരിങ്കിലും നെസ്ലൻ്റെ ക്യാരക്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കോമഡിയാണ്. നമുക്ക് കോമിക് റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നെസ്ലൻ്റെ ക്യാരക്ടറും അദ്ദേഹം കാണിക്കുന്ന പരിപാടികളും കൊണ്ട് തന്നെ ചിരിച്ചു വരിക. അതാണ് രണ്ട് കോൺട്രാസ്റ്റാണ്. ഭയങ്കര ടഫായിട്ടുള്ള സിറ്റുവേഷൻസും അതിന് കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാവുന്ന സമയത്ത് ഉണ്ടാവുന്ന തരത്തിലുള്ള കോമഡി ഉണ്ടല്ലോ, അതാണ് ഇതിൽ കുറേ ഇഷ്ടംപോലെ വോക്കായിട്ടുണ്ട്. ചന്തു സലീം കുമാർ പുള്ളി കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ക്യാരക്ടറും പുള്ളിയുടെ ചില എക്സ്പ്രഷൻസൊക്കെ ഉണ്ട്, കിടുമായിരുന്നു. പിന്നെ അരുൺ കുര്യൻ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോമ്പിനേഷൻ സീൻസും ഇങ്ങനെ ഞാൻ പറയാം, സ്ട്രീറ്റും ആ സ്ട്രീറ്റ് തന്നെ എന്ത് രസമാണ്. അവിടുന്ന് പിന്നെ ഒരു സാധനത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. എൻ്റെ പൊന്നോ, ബാഹുബലി പോലത്തെ സെറ്റപ്പൊക്കെ വെച്ചിട്ട്, ബാഹുബലി ഫസ്റ്റിലില്ലേ വലിയ മലകാരി പോയിട്ട് മുകളിലെത്തുന്ന സ്ഥലമില്ലേ, അതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ കാണിച്ചിട്ട് കാടൊക്കെ കാണിച്ചിട്ട് ഒരു കോച്ചുണ്ട്. ആ കോച്ചിൻ്റെ പെർഫോമൻസ്, ആ സമയത്തുള്ള ബഡ്ഷെഡ് പരിപാടി, ആക്ഷൻ കൊറിയോഗ്രാഫി, ദ ഹോൾ സീക്വൻസ് വാസ് സ്റ്റണിങ്. ഗംഭീര സാധനം. അതും ഇപ്പോഴത്തെ കണ്ടംപററി പ്രസൻറ്റ് വേൾഡായിട്ട് കണക്റ്റ് ആവുന്നതൊക്കെ ഇദ്ദേഹം എഴുതി വെക്കാൻ ആർക്കും പറ്റില്ല. അത് എക്സിക്യൂട്ട് ചെയ്ത് വണ്ടർ അടിപ്പിച്ച് കളഞ്ഞു. ശരത് സഭ ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളി സാധാരണ ചെയ്യുന്ന പോലത്തെ പൊട്ടൻ ക്യാരക്ടറൊന്നുമല്ല, കിടിലൻ സീരിയസ് ക്യാരക്ടറാണ്. പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാൻഡി മാസ്റ്റർ, ചോക്ലേറ്റ് കോഫി ലിയോലെ, എൻ്റെ പൊന്നെ, പുള്ളിയുടെ ക്യാരക്ടർ തുടക്കം മുതൽ പുള്ളിയുടെ ഇൻട്രോ മുതൽ പുള്ളിയെ കാണുമ്പോഴേ തന്നെ ടൊറർ സാധനം. സെക്കൻഡ് ഹാഫിലൊന്നും പറയാനും കഴിയില്ല. അതുപോലത്തെ ഫുൾ സ്പോയിലേഴ്സാണ്. അന്യായ സാധനം പുള്ളി സാൻഡി മാസ്റ്റർ. പഴയ കിളിയെ സോങ് വെച്ചിട്ട് കല്യാണം വരുന്ന സീനുണ്ട്. ആഹാ, എന്താ അതൊക്കെ. അങ്ങനെ ഇതിൽ ഒരുപാട് സീൻസ്, ഒരുപാട് മൊമെൻറ്റ്സ്, പരിപാടികളുണ്ട്. പക്ഷേ അത് കാണുക എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല.
പിന്നെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ സ്പോയിലേഴ്സ്, കാരണം ക്യാമിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതിൽ ശരിക്കും എനിക്ക് ഇങ്ങനെ രോമം ഇങ്ങനെ എണീറ്റ് നിന്ന ഒരു സീനുണ്ട്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ ക്യാരക്ടേഴ്സിനെ ഒരൊറ്റ സ്ട്രെച്ചിൽ കാണിക്കുക. ആ ഒരു മൊമെൻറ്റിൽ അപ്പോഴും ജെയ്ക്സ് കത്തിച്ച തീ സ്കോറ്, അതായത് ഇവരെ ഇങ്ങനെ ഇന്ന ഇങ്ങനെ കാണുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും അപ്പോഴാണ് ആ വേൾഡ് എത്ര വലുതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു ഒറ്റ സീന് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നുകൂടി പടം കാണും, അല്ലെങ്കിൽ കാണും. ഞാൻ കണ്ട തിയേറ്ററിൽ റേഷ്യോ പ്രശ്നമാണ്, ഇതിൻ്റെ റേഷ്യോ പ്രശ്നമുണ്ട്. ഞാൻ എപ്പിക്യൂവിൽ ഒന്നുകൂടെ കാണുന്നുണ്ട് സാധനം, കാരണം ഒന്നുകൂടെ കാണുന്നത്, കാരണം അങ്ങനത്തെ ഒരു വേൾഡ്, അങ്ങനത്തെ പരിപാടികൾ ഇതൊന്നും എപ്പോഴും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പിന്നെ ഇറ്റ്സ് പേഴ്സണൽ, നമ്മുടെ സിനിമയല്ലേ, അപ്പോൾ അത് മലയാളത്തിൽ ഇങ്ങനെ സിനിമ കാണുന്ന സമയത്ത് ഇറ്റ്സ് പേഴ്സണൽ. സിനിമ കാണാത്തവരോടാണ് ലാസ്റ്റ് എഴുന്നേറ്റ് പോകരുത്. ഡയറക്ടറുടെ പേരും കുറച്ച് കാസ്റ്റിംഗ് ഒക്കെ എഴുതി കാണിച്ചതിന് ശേഷം ഒരു പരിപാടി ഉണ്ട്, അത് മസ്റ്റ് വാച്ചാണ്. കണ്ടില്ലേ നിങ്ങൾക്ക് നഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. സോ ഒരുപാട് സിനിമകൾക്ക് വെറുതെ രണ്ടാമത് എഴുതി കാണിക്കും, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി രണ്ടാമത് എഴുതി കാണിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ട്രൂലി മാൻലി ഐ ആം വെയിറ്റിംഗ് ഫോർ പാർട്ട് 2 ചാപ്റ്റർ 2.